ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരളവാണിയുടെ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 7, ആണ്ടുവട്ടം 18-ാം വാരം വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി ദിവ്യബലി മധ്യേ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ് നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനവും അതിനെ തുടർന്ന് ഈശോ നടത്തുന്ന തന്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള ആദ്യ പ്രവചനവുമാണ് സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഒരുപാട് ആരാധനാലയങ്ങളും ആരാധനാ ബിംബങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്തുകൂടെ ഈശോ കടന്നു പോകുമ്പോഴാണ് താൻ ആരാണ് എന്നുള്ള ചോദ്യം ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. ഈ ചോദ്യത്തെ നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമായിട്ട് കാണാം. ഒരു മനുഷ്യന് തന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് അറിയാനുള്ള സാധാരണയുള്ള ഒരു ജിജ്ഞാസ, അല്ലെങ്കിൽ മറിച്ച് ഇത് തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ ഈശോ തന്നെ ഒരുക്കുന്ന ഒരു പശ്ചാത്തലമായി നമുക്ക് കാണുവാനായി സാധിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ശിഷ്യന്മാർ കൃത്യമായി ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഈശോയെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നതെന്നും ഈശോ തങ്ങൾക്കാരാണ് എന്നും അവർ വളരെ കൃത്യമായി ഉത്തരങ്ങൾ പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്കാരാണ്? ഞാൻ പ്രാർത്ഥനകൾ മന്ത്രം പോലെ ഉരുവിടുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾക്കനുസരിച്ച് എനിക്ക് ഉത്തരം നൽകുന്ന ഒരു മായാജാലക്കാരനാണോ എൻ്റെ ദൈവം? വളരെ ആഴമായ ഒരു വ്യക്തിബന്ധത്തിലേക്കാണ് നമ്മളുടെ ആത്മീയത വളരേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ്ലീഹ വളരെ സുന്ദരമായ വാക്കുകളിൽ കർത്താവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ തൻ്റെ സഹനങ്ങളെക്കുറിച്ചും പീഡകളെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ അവൻ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ആഴമായ വ്യക്തിബന്ധമില്ലാതെ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നാം കർത്താവിനെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ ദൈവഹിതത്തിന് ഇടർച്ച നൽകുന്ന ചില നിലപാടുകൾ എടുക്കുന്നവരായി ഞാനും നിങ്ങളുമൊക്കെ മാറിപ്പോകും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ദൈവവുമായുള്ള ആഴമായ ആത്മീയ ബന്ധം രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ്. സുവിശേഷങ്ങളിൽ ഒരുപാട് വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം ഏറ്റവും ഹൃദ്യമായി തോന്നിയിട്ടുള്ളത് ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ്ലീഹ ഏറ്റുപറഞ്ഞ ആ വിശ്വാസ പ്രഖ്യാപനമാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അത് വളരെ ആഴമായ ആത്മീയ ബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അവിടെ എൻ്റെ എന്ന വാക്ക് ചേർക്കുമ്പോൾ അതൊരു ഹൃദയബന്ധത്തിൻ്റെ അർത്ഥം കൂടെ വെളിവാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ആഴമായ ആത്മീയ ബന്ധം ക്രിസ്തുവുമായി രൂപപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഏവർക്കും ഈ ദിവസത്തിന്റെ എല്ലാവിധ നന്മയും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.